അമ്പുപെരുന്നാൾ ഇവിടെ ഒരുക്കിയിരുന്നു നേരത്തെ തന്നെ. അതിന് പിന്നാലെ അത്തരത്തിലൊരു പ്രൗഢമായ ഓണം വാരാഘോഷം സംഘടിപ്പിച്ച് അതിന് സമാപനം കുറിക്കുമ്പോഴും അതേ പ്രൗഢി വേണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെയാണ്, ഒരു മത്സര ബുദ്ധിയോടുകൂടി തന്നെയാണ് ഓരോ വകുപ്പുകളും പെരുമാറുന്നത്. കാരണം ഈ 60 ഫ്ലോട്ടുകൾ അത് വ്യത്യസ്ത വകുപ്പുകളുടെ, സർക്കാരിന്റെ വ്യത്യസ്ത വകുപ്പുകളുടെയും വ്യത്യസ്ത വിഭാഗങ്ങളുടെയും ഒക്കെ ഫ്ലോട്ടുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഓരോന്നിലും എന്ത് വ്യത്യസ്തത കൊണ്ടുവരാമെന്ന് ഓരോരുത്തരും ചിന്തിക്കുന്ന ചിന്തോദീപമായ വ്യത്യസ്തമായ ഫ്ലോട്ടുകൾ, ഒപ്പം തന്നെ വികസനങ്ങൾ, അതത് വകുപ്പുകളുടെ വികസനങ്ങൾ, നേട്ടങ്ങൾ എണ്ണിപ്പറയുന്ന ഫ്ലോട്ടുകൾ, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള പല നിലയിലുള്ള ഫ്ലോട്ടുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഓരോന്നോരോന്നായി ഇങ്ങനെ കടന്നു പോവുകയാണ്. ഇപ്പോഴും ഇതിന്റെ ഈ ഫ്ലോട്ട് തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഈ ഏറ്റവും അവസാനത്തെ ഫ്ലോട്ട് കടന്നു പോയിട്ടില്ല എന്ന് മാത്രമല്ല അതിന് എത്ര സമയം എടുക്കുമെന്നുള്ളത് കൂടിയുള്ള കൗതുകം നിലനിൽക്കുകയാണ്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യ പോയിന്റെങ്കിലും കടക്കാൻ 1.5 മണിക്കൂർ സമയം എടുക്കുമെന്ന് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. ഏറെക്കുറെ ആ സമയക്രമത്തിനും അപ്പുറത്തേക്ക് കടന്നു പോയാലേ അതിശയമുള്ളൂ എന്ന നിലയിലാണ് ഇപ്പോൾ ഈ ഫ്ലോട്ടുകൾ നീങ്ങുന്നത്. അത് മാത്രമല്ല അതിൽ കേരളത്തിന്റെ എല്ലാ കലാരൂപങ്ങളും, എല്ലാ കളരിപ്പയറ്റ് ഉൾപ്പെടെയുള്ള ആയോധന കലകൾ ഉൾപ്പെടെയുള്ളവ അതുമായി ബന്ധപ്പെട്ട് ഒരുക്കുകയും ഈ കാത്തിരിക്കുന്ന ആളുകളെ നിരാശരാക്കാതെ അതൊക്കെ പ്രദർശിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ കടന്നു പോകുന്നത്. ഇപ്പോൾ മാനവീയ വീതിയിലൂടെ നമ്മുടെ മുൻപിലൂടെ കടന്നു പോകുന്നത് കേരളത്തിന്റെ സൈന്യം എന്ന വിശേഷിപ്പിക്കാവുന്ന മത്സ്യത്തൊഴിലാളികളുടേതായ ഒരു ഫ്ലോട്ടാണ്. ഫിഷറീസ് വകുപ്പാണ് ആ ഫ്ലോട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഒരു ലോകത്തിന്റെ ഒരു ഗ്ലോബിങ്ങിനെ ചുറ്റുന്നതും കാണാൻ കഴിയും. ഒപ്പം MSC ഐറീന കപ്പൽ, കേരളത്തിന് തന്നെ വിഴിഞ്ഞത്തേക്ക് അഭിമാനമായ MSC ഐറീനയുടെ ഇതിന് സമാനമായ ഒരു കപ്പലും അതിൽ കുറച്ച് കണ്ടെയ്നറുകളെയും കാണാം. അങ്ങനെ ആ നിലയിൽ പല തലങ്ങളിൽ ചിന്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഫ്ലോട്ടുകളാണ് പോകുന്നത്. അതിന് തൊട്ടുപിറകെ ഇപ്പോൾ കേരള സർക്കാരിന്റെ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ ഫ്ലോട്ടുണ്ട്. അതിന് പുറകെ മറ്റു വകുപ്പുകളുടെ കെൽട്രോണിന്റെ ഫ്ലോട്ടുകളൊക്കെ ഇവിടേക്ക് വരാനുമുണ്ട്. വിദ്യാർത്ഥികൾ, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളൊക്കെ, NSSും NCCയും ഒക്കെ വ്യത്യസ്തമായ നിലയിൽ തന്നെ ഫ്ലോട്ടുകൾ പലതായി തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിന്റെ ഒരു പ്രത്യേകത കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഘോഷയാത്രയ്ക്ക് മിഴിവേകുന്നുണ്ട്. കാരണം വലിയ തിരക്കുള്ള നഗരമാണ്. സാധാരണഗതിയിൽ വാഹനങ്ങൾ ഈ സമയത്തൊക്കെ വാഹനങ്ങൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോകുന്ന സമയമാണ്. തലസ്ഥാന നഗരത്തിൽ ഗതാഗത നിയന്ത്രണം പൂർണ്ണമായി ഏർപ്പെടുത്തി. അതിന് പിന്നാലെ തന്നെ നഗരസഭാ പരിധിയിൽ ഉച്ചയ്ക്ക് ശേഷം അവധി നൽകി. അതിനും പിന്നാലെയാണ് വ്യത്യസ്തമായ രീതിയിലുള്ള ഈ ഘോഷയാത്രയ്ക്കുള്ള അരങ്ങൊരുക്കിയത്. അത് മാത്രമല്ല ഈ തലസ്ഥാന നഗരത്തിന്റെ ഓരോ പ്രധാനപ്പെട്ട പോയിന്റുകളും കടന്നു പോകുമ്പോൾ അവിടേക്ക് ആളുകൾക്ക് നിന്ന് കാണാനും അതിൽ വലിയ തിക്കും തിരക്കും ഉണ്ടാകാതിരിക്കാനുള്ള ക്രമീകരണങ്ങളും പോലീസിൻ്റെതായ ക്രമീകരണങ്ങളും ഒക്കെ നേരത്തെ തന്നെ ഒരുക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്ത് എല്ലായിടത്തും വിപുലമായ രീതിയിലുള്ള ഓണാഘോഷമായിരുന്നു സംഘടിപ്പിച്ചിരുന്നത്. സംസ്ഥാനത്ത് മാത്രമല്ല മലയാളിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഓണം അതിന്റെ എല്ലാ പ്രൗഢിയോടും കൂടി ആഘോഷിച്ചിരുന്നു. പക്ഷേ ഒരർത്ഥത്തിൽ ഒരു പടി കൂടുതൽ ഓണം ആഘോഷിച്ചത് തിരുവനന്തപുരത്താണ് എന്ന് നമുക്ക് പറയാമെന്ന് തോന്നുന്നു. കാരണം അക്കാഴ്ചകളായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കാലം തിരുവനന്തപുരം നഗരത്തിൽ കണ്ട